നമുക്കെല്ലാവർക്കും അറിയാം AIFF-ഉം അതോടൊപ്പം തന്നെ FSDയിലും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ പ്രശ്നത്താൽ തന്നെ ISL-ൻ്റെ ഭാവി എന്താവും എന്ന തരത്തിൽ ഒരുപാട് ആശങ്കയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുൾപ്പെടെ ISL-ലെ മൊത്തം ആരാധകർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ISL എന്ന് പറയുന്ന ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2014-ലാണ്. അതിനുവേണ്ടി കോൺട്രാക്റ്റ് എഴുതുന്നത് 2010-ലാണ്. സോ ആഫ്റ്റർ 15 ഇയേഴ്സ്, അതായത് 15 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കോൺട്രാക്റ്റ് അവസാനിച്ച സമയത്ത്, അതായത് ഈ വരുവാനായിട്ട് പോകുന്ന 2025-ലാണ് അവസാനിക്കാണ്ട് പോകുന്നത്. അതായത് 2025 ഡിസംബർ വരെ ഈ ഒരു കോൺട്രാക്റ്റ്, അതായത് MRI കോൺട്രാക്റ്റ് നിലവിലുണ്ട്. സോ ഈ ഒരു കോൺട്രാക്റ്റ് എപ്പോഴാണ് അവസാനിക്കുന്നത്, ആ ഒരു സമയത്ത് എന്തായിരിക്കും നടക്കുക എന്ന തരത്തിൽ ഒരുപാട് ആശങ്കയായിരുന്നു FSDL-ൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ AIFF-ൻ്റെ ഭാഗത്തും നിന്നും ആരാധകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലീഗിൻ്റെ മുൻപോട്ടുള്ള സ്റ്റേജ് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ FSDL-ന് പകരം മറ്റൊരു സ്പോൺസേഴ്സിനെ കണ്ടെത്തുകയും AIFF-ന് നിലവിൽ ആവശ്യകതയായിട്ട് വരുന്നൊരു കാര്യമായി മാറുകയാണ്. സോ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ലീഗ് നടക്കുമോ എന്ന തരത്തിൽ ഒരുപാട് ആശങ്കയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. സോ ഈയിടെയായിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മാത്രമല്ല ISL-ലെ മൊത്തം ആരാധകർക്കും സന്തോഷിക്കുവാനായിട്ടുള്ള ഒരു വക നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് വരുവാനായിട്ട് പോകുന്ന ISL സീസൺ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 90s സ്റ്റോപ്പേജ് എന്ന് പറയുന്ന മാധ്യമമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും ക്രെഡിബിൾ ന്യൂസ് ലഭിക്കാറുണ്ട് ഇവിടുന്ന്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു നമുക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു 90s സ്റ്റോപ്പേജ് പറഞ്ഞ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISL-ൻ്റെ അധികൃതർ നമുക്കെല്ലാവർക്കും അടുത്ത സീസൺ, അതായത് ISL-ൻ്റെ 12-ാം സീസണിലേക്ക് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് അഥവാ ഫിക്ചേഴ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഡിസംബറിൽ അവസാനിക്കുന്ന കോൺട്രാക്റ്റിന് ശേഷം പുതിയൊരു കോൺട്രാക്റ്റ് എഴുതി ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് പല ISL ടീമുകൾക്കും വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കളിക്കുവാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുമെന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു കോൺട്രാക്റ്റ്, അതായത് വീണ്ടും പുതുക്കാനായിട്ട് പോകുന്ന ആ ഒരു കോൺട്രാക്റ്റ് എത്ര വർഷത്തേക്കായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതനുസരിച്ചും ഇനിയും, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ISL-ൻ്റെ ബേസിൽ ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ISL-ൽ നടത്തി ഒരുപാട് കോടികൾ തന്നെ മറ്റ് പല ടീമുകൾക്കും അതുപോലെ തന്നെ ISL-ൻ്റെ ഓണേഴ്സായിട്ടുള്ള FSDയിലുമൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് എന്ന തരത്തിലും റൂമറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് ആശങ്കയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉൾപ്പെടെയുള്ള ISL-ലെ എല്ലാ ആരാധകർക്കും നൽകിയിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും നഷ്ടത്തിൽ ഓടുന്ന ഒരു ലീഗ് നടത്തുമോ എന്ന് തന്നെയാണ് ആരാധകർക്കും സംശയം ഉണ്ടാക്കുന്നത്. സോ നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ISL-ൻ്റെ 12-ാം സീസൺ എന്തായാലും നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകൾക്കും ഡ്യൂറൻ കപ്പ് തൊട്ട്, അതായത് ഡ്യൂറൻ കപ്പ്, ISL, അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ഫെഡറേഷൻ കപ്പ്, ഈ ഒരു ഫോർമാറ്റുകളിലെല്ലാം തന്നെ കളിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. സോ ഒരു പക്ഷേ നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് കുറച്ച് ISL ടീമുകൾ ഡ്യൂറൻ കപ്പ് കളിക്കുകയില്ല. ഡ്യൂറൻ കപ്പ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ വ്യക്തത ഡ്യൂറൻ കപ്പിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഡ്യൂറൻ കപ്പിൻ്റെ അധികൃതരെ അറിയിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവും എന്നൊക്കെ തന്നെയുള്ളത്. അതുമാത്രമല്ല, ISL എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഫുട്ബോൾ ലീഗുകളിൽ ടോപ്പ് ടയറിൽ നിൽക്കുന്ന ഒന്നാണ്. ഇതോടൊപ്പം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു വാർത്തയായിരുന്നു ISL-ഉം അതോടൊപ്പം തന്നെ I-ലീഗും കൂടി മെർജ് ചെയ്ത് ഒരു 16 ടീമുള്ള ഒരു പുതിയ ലീഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അത് വളരെയധികം പോസിബിലിറ്റി കുറഞ്ഞൊരു കാര്യമാണ്. കാരണം I-ലീഗ് എന്ന് പറയുന്ന വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ്. അതോടൊപ്പം തന്നെ ISL എന്ന് പറയുന്നതും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ടൂർണമെൻറ്റാണ്. അത് രണ്ടും കൂടി മെർജ് ചെയ്യുമോ എന്ന തരത്തിൽ ഒരുപാട് ആശങ്ക അല്ലെങ്കിൽ ഒരുപാട് വാർത്തകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു വാർത്തയിൽ നിന്നും പുറത്തേക്ക് വരുന്നൊരു ക്രെഡിബിൾ സോഴ്സിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. സോ അതിനാൽ തന്നെ ഈ ഒരു വാർത്ത വിശ്വസിക്കേണ്ടതായിട്ടില്ല. ഈ ഒരു പുതിയ ലീഗ് വരുമെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് അത്ര കണ്ടൊരു വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഒരിക്കലും ഒരു ടോപ്പ് 10 ലീഗ് മറ്റൊരു ലീഗുമായിട്ട് മെർജ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ഫെസിലിറ്റീസും മറ്റ് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, പേപ്പർ വർക്ക് ആയാലും അതോടൊപ്പം തന്നെ ഇനി മറ്റ് പല കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം, ISL ഇനി വരുവാനായിട്ട് പോകുന്ന ISL സീസൺ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമോ, അതോ ഇനി പുതിയൊരു ലീഗ് വരുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ.